എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പ്ലേറ്റഡ് പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ ഇത് തയ്ക്കുന്നതിന് ഒരു 1:20 തുണി മതിയാവും. ഇതിൽ തുണി കുറച്ച് കൂടുതലുണ്ട്. വീതി 60 ഇഞ്ചാണ്. ആദ്യം ഇവിടെ ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇറക്കം വേണ്ടത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിന് 1 ഇഞ്ച് കുറച്ചിട്ട് 37 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാൻഡും കൂടെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് 38 ഇഞ്ച് തന്നെ കിട്ടും. അതിനുശേഷം 2.5 ഇഞ്ച് ബോട്ടം മടക്കടിക്കാൻ വേണ്ടി മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സീറ്റ് വന്നിട്ട് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ൽ 1 ഭാഗം 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ സീറ്റിൻ്റെ 12-ൽ 1 ഭാഗം 2.25 ഇഞ്ച് ഏകദേശം വരും, അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം മുട്ടിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരേക്ക് എത്ര അകലുണ്ട് നോക്കുക. 28.5 വരുന്നുണ്ട്. അതിൻ്റെ പകുതി 14.25. അതിനൊരു 2 ഇഞ്ച് കൂടുതൽ വയ്ക്കുക. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ മുട്ട് ലൂസ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് വരഞ്ഞെടുക്കാം. ഇനി ഇവിടെ ഈ കര ഒന്ന് മാർക്ക് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം ഇതിൻ്റെ അരവണ്ണം വന്നിട്ട് 30 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4-ൽ 1 ഭാഗം 7.5 ഇഞ്ച്, അതുകൂടെ 1 ഇഞ്ച് കൂട്ടുക 8.5. നമുക്കൊരു 2 പ്ലേറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റ് 1 ഇഞ്ചും ഒരു പ്ലേറ്റ് 1/2 ഇഞ്ചും, ചെറിയ പ്ലേറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനൊരു 1.5 ഇഞ്ച്, ഫ്ലൈക്കൊരു 2 ഇഞ്ച്. അപ്പോൾ ആകെ 12 ഇഞ്ച് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ ഇടുക. ഇവിടെ ഇത് നേരെ മുകളിലേക്ക് വരയ്ക്കാം. അതിനുശേഷം ഇവിടെ ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്ലൈ വരയ്ക്കാം. ഇതിൻ്റെ മുട്ട് ലൂസ് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9, അതിൻ്റെ പകുതി 4.5. അപ്പോൾ 4.5 ഇങ്ങോട്ടും 4.5 ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അതുപോലെ ബോട്ടം 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8, 4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, 4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് അധികം മാർക്ക് ചെയ്യുക, 4.25. അതിനുശേഷം ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ബെൻഡ് സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. നേരെ ഇവിടെ അതേപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അരവണ്ണം 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ൽ 1 ഭാഗം 7.5, 1.5 ഇഞ്ച് പ്ലേറ്റിന്, ഒരു 3/4 ഇഞ്ച് തയ്യൽത്തുമ്പ് മതി. ഇവിടെ 1/2 ഇഞ്ചും ഇവിടെ ഒരു 1/4 ഇഞ്ചും തയ്യൽത്തുമ്പ് മതി. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ പോക്കറ്റ് വരുന്നത് സ്ട്രൈറ്റ് പോക്കറ്റാണ്. അപ്പോൾ അത് ഈ മാർക്കിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 5.5 ഇഞ്ച് ഓപ്പൺ വയ്ക്കാം. ഇവിടെ പ്ലേറ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ ആദ്യം ഒരു 1 ഇഞ്ച്, അതിനുശേഷം ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുക. ഈ പ്ലേറ്റ് ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ഈ ഫ്ലൈ ഇവിടെയാണ് വരിക. ഇവിടെ ഈ കട്ട് ചെയ്ത ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം ഒന്ന് കറക്റ്റ് ചെയ്യുക. നമുക്ക് ബാക്കിൽ ക്രോസ് വരാതിരിക്കാനാണ്.
അതിനുശേഷം ഇതിനൊപ്പം വരയ്ക്കാം. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് താഴേക്ക് വരയ്ക്കാം. ഇനി ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ്. അതിനുശേഷം നമുക്ക് തുടവണ്ണം വേണ്ടത് 25 ഇഞ്ചാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അളന്ന് നോക്കുക. ഇതിൽ 10.25 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 25 വേണ്ടത്. ഈ 25 ഈ മാർക്കിൽ വയ്ക്കുക. എന്നിട്ട് 10.25 വരുന്നിടത്ത് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് ഇത് കൂടെയാണ് വരിക. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ചരിച്ച് വരയ്ക്കുക. അതേപോലെ ഈ ലൈന് അടിയിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് അരവണ്ണത്തിൻ്റെ 4 ഭാഗം, അപ്പോൾ 30ൻ്റെ 4 ഭാഗം 7.5, 1 ഇഞ്ച് ഇവിടെ ടെക്ക് വരുന്നുണ്ട് 8.5, ഇവിടേക്കുള്ള 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ്, അങ്ങനെ 9 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. സീറ്റ് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8.5, ഒരു 1.5 ഇഞ്ച് ലൂസിന് കൊടുക്കാം. ഫിറ്റിംഗ് ആണെങ്കിൽ 1 ഇഞ്ച് കൊടുത്താലും മതി. ഇത് അല്പം ലൂസ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 ഇഞ്ച് കൊടുക്കാം. അങ്ങനെ 10 ഇഞ്ച്, അതായത് സീറ്റ് 34 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8.5, ഒരു 1.5 ഇഞ്ച് ലൂസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയും ഒരു 9, 1, 10, 1/2 ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ്, അങ്ങനെ 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു 3/4 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇവിടെ നമുക്ക് ബാക്ക് പോക്കറ്റ് ഉണ്ട്, അതൊന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് എല്ലാ പാൻറ്റിലും 4.5 ഇഞ്ച് മതിയാവും. ഇറക്കം ഒരു 3.25 ഇഞ്ച്. ചെറിയ പാൻറ്റ് ആയതുകൊണ്ട് 3.25 അല്ലെങ്കിൽ ഒരു 3.5 എടുക്കാം. ഒരു 4.25 ഇഞ്ച് പോക്കറ്റിൻ്റെ നീളം കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് വീതി മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാൻഡ് കൂടെ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ 1.5 ഇഞ്ച് വീതിയിലുള്ള ബാൻഡ് റോളായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആദ്യം ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 30 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഓവർ ബാൻഡ് വേണം, അതൊരു 2.5 ഇഞ്ച്. പിന്നെ മടക്കി അടിച്ചിട്ട് ഹുക്ക് വയ്ക്കണം, അതിനൊരു 3.5 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു പീസും കൂടെ അടിയിലേക്കുള്ള ബാൻഡ് കട്ട് ചെയ്യുക. അത് നമ്മൾ ഈ 15 എടുത്തതിന് ഒരു 1.5 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി. ഇനി ഇത് നേരെ തിരിച്ചിടുക. ഈ 15ൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യുക 7.5 ഇഞ്ച്. ഇതേപോലെ ഈ മാർക്ക് ഇതിലേക്കും കൂടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഈ മാർക്കിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്കിലത്തെ ഈ തയ്യൽത്തുമ്പാണ് ഇത് വരുന്നത്. ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി ഇത് അതേപോലെ ഇതിലേക്കും ചേർത്ത് വരയ്ക്കുക.
അപ്പോൾ ഈ മൂന്ന് 6 ലൂപ്പാണ് ഇതിൽ വെക്കുന്നത്. ബെൽറ്റ് ഇടാനുള്ളത് കൂടുന്നതിനനുസരിച്ച് ലൂപ്പുകൾ കൂടുതൽ വെക്കണം. അതായത് ഒരു 32 ഇഞ്ച് വണ്ണത്തിന് മേലെയുള്ള പാൻറ്റിലേക്ക് 8 ലൂപ്പ് വയ്ക്കുക. ഇതിലൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു അല്പം കട്ട് ചെയ്യുക. ഈ ഭാഗത്തേക്കുള്ള പീസിൽ നിന്നാണ് ചെരിച്ച് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്യുക. ഇത് വന്നിട്ട് നമുക്കിവിടെ മടക്കി എടുക്കാനാണ്. ഇതിലാണ് നമ്മൾ 2 ഹുക്ക് വയ്ക്കുന്നത്. ഇവിടെ അതേപോലെ ഈ കോർണർ ഒന്ന് ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്യുക. ഇനി ഇത് തുണിയിൽ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.